ശ്രീ ജോർജ് പൊടിപ്പാറ, ലീഗിനെ സംബന്ധിച്ച് പിന്മാറുക സാധ്യമല്ല എന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റെജി ലൂക്കോസ് പറയുന്നു. അവരുടെ ഇന്നത്തെ നേതാക്കന്മാരുടെ പ്രതികരണവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. നോക്കൂ, അണികളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യവും അവരുടെ മുന്നിലുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയുള്ള CPM നേതാക്കളുടെ പരാമർശം വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രതിവിധി? ഏറ്റവും ഒടുവിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊരു ഭീഷണി കൂടി ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ രൂപപ്പെടുമോ ഈ തെരഞ്ഞെടുപ്പിൽ? ഇതൊരു റെജി ലൂക്കോസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം CPM സഹയാത്രികനാണോ അതോ ലീഗിന്റെ ഒരു എന്താ പറയാ കേഡറാണോ എന്ന കാര്യത്തിൽ സംശയം തോന്നുന്ന രീതിയിലുള്ള ആവേശമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ലീഗിന് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ആ വാക്കിന് കൊടുക്കുന്ന ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഒരു ലീഗുകാരനും ഇത്രയും എന്താ പറയാ കടുപ്പത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ റെജി ലൂക്കോസ് പറയുന്നു ഇനിയൊരു പിന്മാറ്റം ഞാൻ ചോദിച്ചത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയുള്ള പെരുമാറ്റം എന്ന്. അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ല. നന്നാക്കാനോ രേണുക, ഇതിപ്പോ ലീഗിനെ നന്നാക്കാനോ UDF നന്നാക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ നന്നാക്കാനൊന്നും അല്ല. CPM സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 നഷ്ടപ്പെട്ട ഒരവസ്ഥ അവർക്കുണ്ട്. നിയമസഭയിലേക്ക് പിന്നീട് വിജയിച്ചു, ചരിത്രം സൃഷ്ടിച്ചു, രണ്ടാം ഊഴം അവർ അധികാരത്തിൽ വന്നു. അത് വേറെ മാറ്റിവെക്കുക. പക്ഷെ ലോക്സഭയിൽ CPM നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അവർക്ക് കാര്യമായ അംഗങ്ങളില്ല. അപ്പൊ കേരളത്തിൽ UDF-നകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കി. UDF-നകത്ത് ലീഗും പ്രധാന കക്ഷികളായ കോൺഗ്രസും ലീഗും തമ്മിൽ ഒരടി ഉണ്ടായി. അതിന്റെ ഗുണഫലം എങ്ങനെ കൊയ്തെടുക്കാം? രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അല്ലെങ്കിൽ അവര് പൊരുതുമ്പോ അതിന്റെ നടുവിൽ നിന്ന് ചോര കുടിക്കുന്ന ചെന്നായയുടെ മനസ്സാണ് CPM-നും LDF-നും എന്ന് പറഞ്ഞാൽ അത് വസ്തുതയാണ്. പ്രത്യേകിച്ച് റെജി ലൂക്കോസിന്റെ ആവേശം കാണുമ്പോൾ നമുക്ക് അതിൽ പിന്നെ സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. അല്ലാതെ ഈ മുസ്ലിം ലീഗുമായിട്ട് എന്നാണ് ഇത്ര കടുത്ത പ്രണയം തുടങ്ങിയത്? നമുക്ക് ലീഗും CPM-ഉം തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം എടുത്താൽ ഏതേത് കാലഘട്ടത്തിലാണ് CPM, അതായത് MV രാഘവൻ ബദൽരേഖ കൊണ്ടുവന്നപ്പോ എന്തിനായിരുന്നു ലീഗുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണെങ്കിലും കേരളത്തിൽ മുന്നോട്ട് പോകണം, ലീഗിനെ ഒന്നും മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ബദൽരേഖ ലീഗ് വർഗീയ പാർട്ടിയാണ്, അത്തരം വർഗീയ പാർട്ടികളുമായി സഖ്യം ചേരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ അന്ന് ഈ MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതൊക്കെ റെജി ലൂക്കോസ്. അങ്ങനെയുള്ള ആ ഇതിന്റെ മുതുകത്തെ വരെയെല്ലാം മാഞ്ഞുപോയോ? ലീഗ് ഇപ്പൊ നിങ്ങൾക്ക് മറ്റേത് പാർട്ടിയെക്കാളും ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടിയാവുന്നു. എനിക്കതിൽ എതിർപ്പില്ല. ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തികച്ചും ജനാധിപത്യ പാർട്ടിയാണ്. കേരളത്തിലെ മറ്റേത് ജനാധിപത്യ പാർട്ടിയെക്കാളും ജനാധിപത്യ മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് കരുതുന്നതാണ്. പക്ഷെ അത് CPM-ന് മനസ്സിലാക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വരുന്നു. അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തരാതരം പോലെ ലീഗിനെ തഴുകും, ലീഗിനെ തലോടും, ലീഗിനെ ചവിട്ടും, ചിലപ്പോ ചവിട്ടി അരയ്ക്കും, എന്നിട്ട് നേട്ടം ഉണ്ടാക്കുക. ഇതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലീഗിന് ഇപ്പോ തീർച്ചയായിട്ടും 3-ാം സീറ്റിന് അർഹതയുണ്ട്. CPI-ക്ക് ഇടതുമുന്നണിയിൽ 4 സീറ്റ് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ UDF-ൽ ഏറ്റവും പ്രബല കക്ഷിയായിട്ടുള്ള ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട്. പക്ഷെ ഞാൻ റെജി ലൂക്കോസിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ മുന്നണിയിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. സുഹൃത്തെ, വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ആ LDF-ലെ കരുത്തനായ നേതാവ് ലോക്സഭയിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിലാണ് ആ കൂടാരം വിട്ടിട്ട് UDF-ലേക്ക് പോയത്. ഇപ്പോഴും അവർ പറയുന്നു ഞങ്ങൾക്ക് മന്ത്രിസഭയിലും അംഗത്വമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഇടതുമുന്നണിയും കടന്നു പോയിട്ടുണ്ട്. ഇന്ന് PMS എല്ലാം പറയുന്നു ഞങ്ങൾ ഇടതുപക്ഷത്ത് പോയ CPI കാട്ടി കൂടുതൽ സീറ്റിന് അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന്. അത് CPI കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ അവരുടെ മുന്നണിയിലെ സാഹചര്യം എന്താണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. ഞാൻ മറ്റു അതിഥി